മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരനാണ് കൊല്ലം സുധി. മിമിക്രി വേദിയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്കും ടെലിവിഷനിലുമേക്കും എല്ലാം എത്തുന്നത് തന്നെ. സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരു അംഗമായി മാറിയിരുന്നു കൊല്ലം സുധി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇന്നും മലയാളികൾക്ക് മുക്തരായിട്ടില്ല. അതേസമയം സമീപകാലത്തായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി നേരിടുന്നത് കടുത്ത സൈബർ ആക്രമണങ്ങളാണ്. സോഷ്യൽ മീഡിയ റീലുകളും ഫോട്ടോഷൂട്ടുകളും ചെയ്യുന്നതിന്റെ പേരിലാണ് ഇത്തരം ആക്രമണം നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ തളർത്തില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് രേണു സുധി. ഇതിനിടെ ഇപ്പോഴിതാ കൊല്ലം സുധിയെക്കുറിച്ചും രേണുവിനെ കുറിച്ചും സംസാരിക്കുകയാണ് അനൂപ് ജോൺ. സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറായിരുന്നു അനൂപ്. സുധിച്ചേട്ടന്റെ അഭാവം ഒരിക്കലും നികത്താൻ പറ്റില്ല. സത്യത്തിൽ സുധിച്ചേട്ടൻ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ആരാധകർ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇത്രയും ആരാധകർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പോലും തിരിച്ചറിയുന്നത്. ഷോ പോയിരുന്ന സമയത്ത് എന്തിനാണ് സുധിയെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ്. ശരിക്കും ഈ ഒരു സുധി, കൊല്ലം സുധി എന്നൊരു കലാകാരന്റെ മരണത്തിന് ശേഷമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതലും അറിഞ്ഞത് തന്നെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഏത് രീതിയിലാണ് അറിയപ്പെടുന്നതെന്ന് നമുക്ക് അറിയാലോ. സുധിച്ചേട്ടന്റെ നിഷ്കളങ്കത കാണാനും ആസ്വദിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹം ചുമ്മാ ഇരുന്ന് ചിരിച്ചാൽ മതിയായിരുന്നു. ചീത്ത വിളിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം. സുധിച്ചേട്ടൻ മരിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഫാൻസ് ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ പോലും മനസ്സിലാകുന്നത്. അത്രയും ഫാൻസ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ സുധിച്ചേട്ടൻ വേറൊരു റേഞ്ചിൽ എത്തിയേനെ എന്നും കൂടി ഈ അനൂപ് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. പിന്നാലെ തന്നെ രേണു ഇത്തരത്തിൽ വിമർശനങ്ങൾ നേരിടുന്നതിനെ കുറിച്ചും അവതാരകൻ ചോദിക്കുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും നമ്മുടെ അനൂപ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരവരുടെ രീതിയിൽ ജീവിക്കട്ടെ. നമുക്ക് ആരുടെയും ജീവിതത്തിലും കരിയറിലും കയറി ഇടപെടുകയോ അഭിപ്രായം പറയേണ്ടതായോ ഇല്ല. അവർക്ക് ജീവിക്കണം, ജീവിക്കാൻ പണം വേണം. നമ്മൾ 2-3 ജോലികളൊക്കെ സെറ്റാക്കി കൊടുത്തതായിരുന്നു. താൻ ഫിറ്റല്ല എന്ന് പറഞ്ഞ് അവര് പിന്മാറുകയായിരുന്നു. പിന്നീടാണ് ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും എനിക്ക് വിശദമായി അറിയില്ല. ഇതായിരുന്നു അനൂപ് നമ്മുടെ രേണുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ രേണുവിനെ സെറ്റാക്കി കൊടുത്തിരുന്നു. അതൊന്നും രേണുവിന് പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ജോലി കൊടുക്കാൻ ശ്രമം നടന്നിരുന്നു. സർക്കാർ ജോലിയെ കുറിച്ച് വരെ ചർച്ച നടന്നിരുന്നു. അത് എവിടെ എത്തിയെന്ന് അറിയില്ല. പക്ഷെ അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ്. നമുക്ക് വിമർശിക്കാൻ ഒരു അവകാശവുമില്ല. അഭിപ്രായം പറയാമെന്ന് മാത്രം. വിമർശനം ലിമിറ്റ് കടന്നു പോകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് അറിയില്ല എന്നും അനൂപ് പറയുന്നുണ്ട്. ഈ സമയം കടുത്ത സൈബർ ആക്രമണമാണ് രേണു ഈ ഒരു നിമിഷം വരെ നേരിടുന്നത്. ഈ അടുത്ത് സോഷ്യൽ മീഡിയ താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റീലിന്റെ പേരിലും രേണു പഴികേട്ടിരുന്നു. പിന്നാലെ ചെയ്ത ഫോട്ടോഷൂട്ടുകൾക്കും വിമർശനം നേരിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം വയറ് കാണുന്ന തരത്തിലുള്ള ഫോട്ടോഷൂട്ട് ചെയ്തതിനും രേണുവിന് സദാചാര ആക്രമണം നേരിടേണ്ടി വന്നു. രേണു സുധിയുടെ മരണം വിറ്റ് ജീവിക്കുകയാണ് എന്നതാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കൊന്നും തന്നെ തളർത്താൻ സാധിക്കില്ല എന്നാണ് രേണു പറയുന്നത്. അധിക്ഷേപങ്ങളെ മറികടന്ന് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് രേണു ഇപ്പോൾ.